നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ 2 ടൈപ്പ് സാരിയാണ് കാണിക്കുന്നത്. ഒന്ന് ഓഫർ റേറ്റ് ഉള്ള ഡിസ്കൗണ്ട് റേറ്റ് ഉള്ളത്, ഒന്ന് ഡിസ്കൗണ്ട് റേറ്റ് ഇല്ലാത്ത റീസ്റ്റോക്ക് സാരിയാണ്. നമുക്ക് ഒത്തിരി ഒത്തിരി ഡിമാൻഡഡ് ആയിട്ടുള്ള ഇപ്പോഴും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന, എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്ന, അതിന്റെ റീസ്റ്റോക്ക് വന്നോ എന്ന് ചോദിക്കുന്ന ഒരു ഐറ്റം. അതിന്റെ 3-4 കളർ റീസ്റ്റോക്ക് വന്നാൽ അത് മാത്രം കാണിക്കാം. ഇതിപ്പം ഡിസ്കൗണ്ട് ഐറ്റം ആണ്. ഇനിയിപ്പോൾ ഇതിപ്പോ ഉണ്ടല്ലോ, സെമി കാഞ്ചീപുരം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ഇങ്ങനെ ഇത് വരുന്നത്, പ്രിന്റ് ചെയ്ത് വരുന്നത്. ഇതിപ്പം സെമി സിൽക്ക് അല്ലെങ്കിൽ സോഫ്റ്റ് സിൽക്ക് എന്ന് ഞാൻ പറയുന്നു. ഈ സെമി കാഞ്ചീപുരം എന്ന് പറയുന്നത് എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ലാത്ത ഒരു കാര്യമാണ്. സെമി കാഞ്ചീപുരം ഉണ്ട്, അതായത് കാഞ്ചീപുരം സാരി എന്ന് പറഞ്ഞാൽ അതിനകത്ത് സിൽക്ക് നൂലും ഗോൾഡ് നൂലും അങ്ങനെ ഇത് ചെയ്താകുമ്പോഴാണ് റേറ്റ് കൂടുന്നത്. അപ്പൊ അത് അങ്ങനെയൊന്നും അല്ലാതെ വരുന്നതിനാണ് സെമി കാഞ്ചീപുരം എന്ന് പറഞ്ഞ് വരുന്നത്. ഇതിന് ഭയങ്കരമായിട്ട് ബഡ്ജറ്റ് റേറ്റിൽ ഉള്ള സാരിയാണ്, സോഫ്റ്റ് സിൽക്കാണ്. ഇനിയിപ്പം ഞാൻ പറയാൻ വന്നതെന്നറിയോ, ഇതിപ്പം ജൂൺ ഇപ്പം നോക്കി നിൽക്കുമ്പോൾ ഓഗസ്റ്റ് ആകും, ഓണമാകും. കണ്ണടച്ച് തുറക്കും മുമ്പേ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ മക്കളൊക്കെ സ്കൂൾ അവധിയായിട്ടിരിക്കാന്നായിട്ട് എന്നാ ദിവസം ഇതേ വേണ്ടി സ്കൂളിൽ പോയി അടുത്ത ക്ലാസ്സിലേക്ക് പോയി എന്ന് പറഞ്ഞ പോലെ ഉള്ളൊരു സാരി. ഇത് ഞാൻ ഓൾറെഡി നേരത്തെ കാണിച്ചിട്ടുള്ളതും സൈഡിൽ നമുക്ക് ഇഷ്ടം പോലെ വന്നിട്ടുള്ളതുമായ ഒരു സാരിയാണ്. ഇതിന് സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ. ഈ ഒരു കളറ്, ഈ ഒരു മോഡൽ സാരിക്ക് ഈ ഒരൊറ്റ പീസേ ഉള്ളൂ. ഇതാണ് സാരി. നല്ല ഒരു ഒനിയൻ ഷെയ്ഡ്. ഞാൻ ആദ്യം ഇതിന്റെ വിലയൊന്ന് നോക്കിക്കോട്ടെ. $1599 സാരിയാണ്. ഇപ്പോഴത്തെ വില വെറും 999 ഉള്ളി. 999 രൂപയ്ക്ക് ഈ സാരി നിങ്ങൾക്ക് അടിപൊളി ഓഫർ അല്ലേ. നിങ്ങൾക്ക് കല്യാണങ്ങളോ കാര്യങ്ങളോ ഒക്കെ, ചിങ്ങം അങ്ങനെയൊക്കെ കാര്യത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ 999 റേറ്റിലൊക്കെ കിട്ടുമ്പോൾ സാരി വാങ്ങിച്ചു വെച്ചാൽ നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് ആഘോഷങ്ങളും ഇതൊക്കെ ഇല്ലാതെ ഒരു ലൈഫ് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉടുക്കുക കേട്ടോ. ഞാൻ എൻ്റെ ബിസിനസ്സാണ് പറയുന്നത്, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ നല്ല സാരിയാണ്. ഇതാണ് ബ്ലൗസ്. ഒരു മെറൂണിഷ് റെഡ്, നല്ല സാരി കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ സിംഗിൾ പ്ലീറ്റ് ആയിട്ട്, അതായത് പറഞ്ഞ നല്ല വിലപിടിപ്പ് തോന്നിക്കുന്ന, ഇത്ര 1699 അല്ലേ, വിലപിടിപ്പ് അതിലൊക്കെ തോന്നിക്കും, മതിപ്പ് തോന്നിക്കുക എന്ന് പറയില്ല, അതിലൊക്കെ തോന്നിക്കുന്ന സാരിയാണ്. അപ്പം ഇങ്ങനെ കിട്ടുമ്പം എടുക്കും. അടുത്തത് നല്ലൊരു സോഫ്റ്റ് സിൽക്ക് സാരി കേട്ടോ. നല്ലൊരു സൈസ് സ്റ്റഫാണ്. ഇതിന്റെ സ്റ്റഫ് എനിക്ക് ഒത്തിരി ആയിട്ട് ഇഷ്ടപ്പെട്ടു. മറ്റേതിന്റെ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഇതിനിങ്ങനെ ഈ ക്രേപ്പിന്റെ പോലെ ഒരു പിരിപിര ഉണ്ട്, അതൊരു ഭംഗിയാണ് കേട്ടോ. നല്ല കൂടിയ കാഞ്ചീപുരം സാരീസിനൊക്കെ വരുന്ന ഒരു സംഭവമാണ് ആ ഒരു സാധനം. ആ ഒരു ഇതൊക്കെയാ പറയുന്നല്ലേ. ഇതാണ് മുന്താണി. ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ, സിംഗിൾ പീസേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇതിന് വന്നത്. ഇത് വരും മുന്താണി. ബ്ലൗസ് വന്നിട്ട് ഇതിന്റെ ഈ ഒരു ലൈൻസ് വരുന്നത് ബ്ലൗസ്. ഇതിന്റെ ഒക്കെ ഉണ്ടല്ലോ, പല സ്റ്റഫിൽ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. ഇതിന്റെ കട്ടി കൂടിയതും കട്ടി കുറഞ്ഞതും കണ്ടാ ഒന്നാന്നേ തോന്നത്തുള്ളൂ. എല്ലാം ഒന്നല്ല, പലതും പലതാട്ടോ. ഇത് സാരി ഇതിന്റെ ഉണ്ടല്ലോ, ഇവിടേക്ക് ഒരു കോപ്പർ വീവിങ് ആണ്, ഫുൾ വീവിങ് സാരിയാ, പ്രിന്റ് അല്ല. മുമ്പേ കാണിച്ചതും അത് തന്നെ. ഇത് കാണിച്ചത് ഏതായിരുന്നു? മുമ്പേ കാണിച്ചതും അത് തന്നെ. വീവിങ് അല്ലായിരുന്നോ? വീവിങ് സാരി. ഇതും അത് തന്നെ, വീവിങ് സാരി. നല്ല ഒരു കോപ്പർ ഒരു ഇതാ പോയിരിക്കുന്നത്, ഭയങ്കര എടുത്ത് നിൽക്കുന്നതല്ല, എന്നാൽ നല്ല ഭംഗിയുള്ള ഒരു ബോർഡറും ആ ബൂട്ടാസും എല്ലാം കൂടി പോയിട്ടുണ്ട്. ഇതിന്റെ റേറ്റും കൂടെ പറയാം. പലതിനും പല റേറ്റ് ആണ്, ഒരേ മോഡലാണെങ്കിലും പല റേറ്റ് ആണ് എനിക്ക് തോന്നുന്നത്. അയ്യോ, ഇതിന്റെ വിലയില്ലേ 1599 ആണ്. ഇപ്പോഴത്തെ വില 850 ഉള്ളി. 850 രൂപയ്ക്കൊക്കെ ഈ സാരി ബഹുത്ത് ലാഭ്. ഇതും ആ സാരിയുടെ തന്നെ മറ്റൊരു കളർ, നല്ല അതിനിപ്പോ കോൺട്രാസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇതിപ്പോ പീക്കോക്കിന്റെ നല്ലൊരു കളർ കേട്ടോ, പീക്കോക്കും നേവി ബ്ലൂ. നല്ല സാരി എന്ന് പറയാൻ നല്ല സാരി. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇത് കാണിക്കാൻ പറ്റുമോ ഈ സ്റ്റഫ്? ആ സ്റ്റഫ് കണ്ടു, കാഞ്ചീപുരം സാരീസിന് വരുന്ന അതേ ഒരു സൈസ് സ്റ്റഫാണേ. നല്ല ഒരു സൈസ്. എനിക്കത് എങ്ങനെ പറയാൻ അറിയത്തില്ലല്ലോ, പറയാനങ്ങ് നമുക്ക് ചില കാര്യങ്ങൾ വാക്കിനകത്ത് കൊള്ളില്ല. ഇതിന് വന്നിരിക്കുന്ന ലൈൻസ് ഇല്ലാത്ത ബ്ലൗസ് എല്ലാം ഇങ്ങനെ ഒരു ഇത്. മറ്റേതിന് ബോർഡർ ഇല്ല, ലൈൻസ് ആണ്. ഇതിന് ബോർഡർ ഉണ്ട്, ലൈൻസ് ഇല്ല. നല്ല സാരി. ഇതിനും 850 ആണ് റേറ്റ്. 1599 സാരി 850 ഉള്ളൂ. ഇതടുത്തത് കണ്ടോ, ഇതിന് ഇച്ചിരി വ്യത്യാസമുണ്ട്. ബോർഡറിനൊക്കെ ഇച്ചിരി ഒരു ബനാറസി ബോർഡറും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. മേളിലത്തെ ബോർഡർ
താഴത്തെ ഇപ്പം ഭയങ്കര ഒരു ട്രെൻഡി ആയിട്ട് ബ്രൈഡ്സ് പോലും ഉടുക്കുന്ന സാരീസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? താഴത്തെ ബോർഡർ നല്ല കയറി വരും, വലിയ ബോർഡർ ആയിട്ടാണ് വരുന്നത്. മുകളിലത്തെ ബോർഡർ ചെറിയ സിമ്പിൾ ബോർഡർ എന്ന് പറഞ്ഞ പോലെ. ഇതിപ്പം നമ്മുടെ ഓഫർ സൈഡിലുള്ള സാരിയാണ്, ഇതിനൊറ്റ പീസേ ഉള്ളൂ. ഇതിപ്പം റീസെന്റ് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഒറ്റ പീസേ ഉള്ളൂ, തീർന്നു പോയതാ. ഇത് വരും മുന്താണി, കണ്ടോ? മുന്താണി ഇങ്ങനെ വരും. ബ്ലൗസ് ഇത്. ബ്ലൗസിന്റെ കയ്യിൽ അത് വേണേലും വെക്കാം, ഇത് വേണേലും വെക്കാം, അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് ചെറുതാക്കി വേണമെങ്കിലും വെക്കാം, എങ്ങനെ വേണേലും വെക്കാം. നല്ല സാരിയാ. ഇതിന്റെ വില 1620 ആണ്, 890 ആണ് ഇപ്പോഴത്തെ വില. അടുത്ത സാരി സെയിം സാരി തന്നെ, മുമ്പേ ഇപ്പൊ ഇതിന് തൊട്ട് മുന്നേ കണ്ടതിന്റെ മറ്റൊരു കളർ, നല്ല വയലറ്റ് വൈൻ തീപ്പെട്ടി കളർ സാരി. എന്നിട്ട് അതിന്റെ അയ്യടാ ബോർഡർ നിങ്ങൾ നോക്കാം, നല്ലൊരു ബനാറസി ബോർഡർ വന്നേക്കുന്നത് കണ്ടോ? എന്നാ രസം നോക്കും. ഇത് അതേപടിയാണോ നിങ്ങൾക്ക് കിട്ടുന്നത്? ഓൺലൈൻ വീഡിയോയ്ക്കകത്ത് കിട്ടുമ്പോൾ അങ്ങനെ തന്നെയാണോ? ബ്ലൗസ് ഇതാണ് ബ്ലൗസ്. ഇതാ ബ്ലൗസ് കേട്ടോ. ഇതാ ഭാഗം, ബ്ലൗസിന്റെ വീവിങ്ങിന്റെ ഭാഗം. ഇതാ നല്ല ഭാഗം. കണ്ടോ? 890 തന്നെയാന്ന് തോന്നുന്നു. നോക്കിയിട്ട് വില ഇടുക. സാരി കണ്ടിട്ട് എനിക്ക് സെയിം 890 മീൻസ് ഡിസ്കൗണ്ട് റേറ്റ് 890. ഈ സാരി ഇല്ലേ, ഈ സാരി നിങ്ങൾ കണ്ടോ? ഈ സാരി സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഓർമ്മ കാണും. അന്ന് ഈ സാരി ആദ്യമായിട്ട് വന്നപ്പോൾ എന്തുമാത്രം സെയിലായ സാരി എന്നറിയോ? എന്നിട്ട് എന്താ ഇത് മിച്ചം വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആകെ 3 പീസേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അതുപോലെ റീസ്റ്റോക്കും വന്നു, ബണ്ടിൽ ടു ബണ്ടിലായിട്ട് റീസ്റ്റോക്ക് വന്നു. അതുപോലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട സാരിയാണ്. ബ്രൊക്കേഡ് സാരിയാണ്, പക്ഷെ നല്ല സോഫ്റ്റ് ആണ്. ഇതിന്റെ റേറ്റും കൂടെ വെച്ച് നോക്കുമ്പോഴാണ് ഇതിന്റെ ആ ഒരു ഭയങ്കര ഡിമാൻഡ് നമുക്ക് കിട്ടുന്നത്. ഇത് കണ്ടോ? അതിന്റെ ഉണ്ടല്ലോ, ഇത് പല മെറ്റീരിയൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മെറ്റീരിയൽ മീൻസ് സ്റ്റഫ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. മെറ്റീരിയൽ നല്ല പല സ്റ്റഫിൽ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ? ഇതിപ്പം ഒരു മീഡിയം, കൂടിയതും വന്നിട്ടുണ്ട്, കുറഞ്ഞതും വന്നിട്ടുണ്ട്. ഇതിന് നല്ലപോലെ കുറഞ്ഞതും വന്നിട്ടുണ്ട്. ഇത് ഇതിന് നല്ലൊരു ഭംഗിയാണ്, നല്ലൊരു ക്ലാസ് ലുക്കാണ് കേട്ടോ ഈ ഒരു ബോർഡറിന്. എന്നിട്ട് ബോഡിയിൽ ബ്രൊക്കേഡ് ആണ്. ഇത് കണ്ടാൽ നമുക്ക് തോന്നും ഭയങ്കര കനം. അത് കണ്ടോ? കനവേ ഇല്ല. ഇത് കണ്ടോ? എന്തുകൊണ്ട് ട്രാൻസ്പെറന്റ് ആണെന്നല്ല അർത്ഥം, ഇങ്ങനെ ഇത്രയും സോഫ്റ്റ് ആണ്. അത്ര ഇതായിട്ടുള്ള സാരിയാ, നല്ല അടിപൊളിയായിട്ടുള്ള സാരി. ധൈര്യമായിട്ട് വാങ്ങിച്ചോ. നിങ്ങളുടെ സ്വന്തം ബ്രദറിന്റെ കല്യാണത്തിന് എടുക്കാൻ പോലും നിങ്ങൾക്ക് നല്ല സാരി ആയിരിക്കും. എത്ര റേറ്റ് കുറഞ്ഞ ഡിസ്കൗണ്ട് സാരി ആരും പെൺപെണ്ണുങ്ങൾ ആരും എടുക്കുമെന്ന് തോന്നുന്നില്ല. എന്നാൽ പോലും ഞാൻ പറയുക, കൊടുക്കുന്നവരും കാണും കേട്ടോ. ഇതിന്റെ വില 1599, 880 ആണ് ഇപ്പോഴത്തെ വില. ബ്ലൗസ് വന്നിട്ട് ഇതാണ് ബ്ലൗസ്, ഈ ബ്രൊക്കേഡ് ബ്ലൗസ്. ഇത് കണ്ടോ? ഭയങ്കരമായിട്ട് സോഫ്റ്റാ. സാരിയെ കോൺട്രാസ്റ്റ് സാരി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൂടുതൽ ആൾക്കാർക്ക് അങ്ങനെ ഒരു താല്പര്യമുള്ള ഒരു സാരിയാണ്. മുമ്പേ കാണിച്ചത് തന്നെ ബ്രൊക്കേഡിന്റെ സാരിയാണ്, അതുപോലെ തന്നെ സോഫ്റ്റുമാണ്. സ്റ്റഫ് കുറച്ചും കൂടി നല്ല സ്റ്റഫ് എന്ന് പറഞ്ഞാൽ അത് സ്മൂത്ത് സ്റ്റഫാന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ. അത്രയും നല്ല സാരി നോക്കി അങ്ങനെ പറയാനേ നമുക്ക് പറ്റത്തില്ല, കമ്പാരിസൺ നടത്താൻ പറ്റത്തില്ല. അത് എന്ന് ഒത്തിരി മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അതിന്റെ അത് സെയിം ആയിട്ട് വന്നിട്ട് വേറൊരു സൈസ് ബോർഡർ, ഇത് വേറൊരു ബനാറസി ബോർഡർ, അങ്ങനത്തെ വരുന്ന അടിപൊളിയായിട്ടുള്ള സാരി. ഇതിന്റെ നല്ല ഭാഗമല്ല, ഇതിന്റെ രണ്ടും ഒരേ ബോർഡർ വീതിയാണോ ബോർഡറിന്? അതെ അല്ലേ? ഇതിന്റെ ഇത് കണ്ടോ? ഈ സാരിയൊക്കെ ഇറങ്ങിയ ഒരു സമയത്ത് മീൻസ് ഇങ്ങനത്തെ മെറ്റീരിയൽ വരുന്ന 3800, 4000 രൂപയായിരുന്നു ഇതിന്റെ റേറ്റ്. പിന്നെ അത് റേറ്റ് കുറഞ്ഞും വന്നു, കൂടിയും വന്നു. 3800 4000 ഇപ്പോഴും ഇറങ്ങുന്നുമുണ്ട് കേട്ടോ. സ്റ്റഫിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഇതിന്റെ ബ്രൊക്കേഡിന്റെ മുന്താണിയുടെ വീവിങ്ങിലും കുറച്ച് വ്യത്യാസം വരും. ഞാൻ എന്നെ സ്പീഡില്ല സംസാരിക്കുന്നത് അല്ലേ? എന്തിനാ ഇത്ര സ്പീഡിൽ? ഒന്നാമത് സംസാരിക്കാൻ പാടില്ല. എന്നിട്ട് ഇതാണ് ബ്ലൗസ് കേട്ടോ. കോപ്പർ ബോഡിയിൽ ബ്ലൗസിൽ കൊച്ചു കൊച്ചു ബുട്ടാസ് ഉണ്ട് അവിടെ. കോപ്പർ ബോർഡർ, മുന്താണി ഇങ്ങനെ. ബ്ലൗസ് വില വന്നിട്ട് 1699, ഇപ്പോഴത്തെ വില 999. ഇതിന്റെ ഒറ്റ കളറും കൂടെ ഉണ്ട്. ഈ സാരി ഒറ്റ പീസേ ഉള്ളൂ, കളർ 2 ഉണ്ട്. ഇതിപ്പോ ഒരു രാമ ഗ്രീനൊക്കെ കൂടി മിക്സ്, നേവി ബ്ലൂ കൂടെ കൂടി വന്ന ഒരു മിക്സ്. അടുത്ത സാരി ഇത് ബോട്ടിൽ ഗ്രീൻ ഉണ്ടോ? ബോട്ടിൽ ഗ്രീനും
നല്ലൊരു ചില്ലി റെഡ് ബോർഡറും കൂടെ കൂടിയിട്ട്. ഞാൻ സത്യം പറഞ്ഞ ചില്ലി റെഡ് ബോർഡറിന്റെ കളറെ നോക്കി ഒരു സെക്കൻഡ് പറയാൻ വിട്ട് മറന്നങ്ങ് ഇരുന്ന് പോയി. എനിക്ക് ആ കളർ എന്ത് ഇഷ്ടപ്പെട്ടെന്നറിയാവോ. ഈ 999 റേറ്റിലുള്ള സാരിയാന്നേ ഇത് തോന്നത്തുമില്ല. നിങ്ങൾ ചിന്തിക്കാൻ വേണം, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളത് കളഞ്ഞല്ലേ. നിങ്ങളൊരു 2000-4000 രൂപയുടെ സാരി ഉടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ആരും പിന്നെ ഒന്നും വെക്കത്തില്ല, ഉറപ്പാ. ബ്ലൗസ് അല്ല, ബ്ലൗസ് അല്ല, മുന്താണി. ബ്ലൗസ് ഇത് കയ്യ ബോർഡറുമായിട്ട്. ഇനി 2 സാരിയും കൂടെ ഉണ്ട്, ഓഫർ സാരീസ്. ഇതിനെപ്പറ്റി എനിക്ക് സോഫ്റ്റ് സിൽക്കി വരുന്ന ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാരി. നമ്മുടെ ഒരു റോസ് സിൽക്കിന്റെ എന്തോ ഒരു സാമ്യതയുള്ള സ്റ്റഫാണ്. റോസ് സിൽക്ക് എന്ന് പ്രിന്റ് ചെയ്ത് വന്നിട്ടില്ലെങ്കിലും നല്ല റോസ് സിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസ് സിൽക്ക് തന്നെയെന്ന് തന്നെ ഫീൽ ചെയ്യിക്കത്തുള്ളൂ. ഇത് സോഫ്റ്റ് സിൽക്ക് എന്നാ പറഞ്ഞിരിക്കുന്നത്, പക്ഷെ റോസ് സിൽക്കുമായിട്ട് നല്ല റെപ്ലിക്ക അല്ലെങ്കിൽ ഒരു റിസംബ്ലൻസ്, അത് ഒരു സാമ്യത തോന്നിക്കുന്ന ഒരു സാരിയാണ് ഇത്. വരുന്നിട്ട് ടെമ്പിൾ ബോർഡറുമായിട്ട്, കോൺട്രാസ്റ്റ് ടെമ്പിൾ ബോർഡർ കണ്ട. ബ്ലൗസിന്റെ അറ്റം ഇങ്ങോട്ട് ഇറങ്ങി വന്നിരിക്കുന്നു. നല്ല രസമല്ലേ കാണാനായിട്ട്. ടീൽ ബ്ലൂവിന്റെ ഷെയ്ഡ്. മുന്താണി എങ്ങനെയാണെന്ന് നോക്കിയേക്കാം. മുന്താണി ഇതിന് നല്ല റിച്ച് ആയിട്ടുള്ള മുന്താണി. അത് കണ്ടോ, നല്ല കോപ്പറിന്റെ മുന്താണി വന്നിട്ട് നല്ല സാരിയാ. ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ വരും കണ്ടോ. നല്ല സാരിയല്ലേ, അടിപൊളി സാരിയല്ലേ. ഇങ്ങനത്തെ സാരീസ് ഉടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഫംഗ്ഷൻ അല്ലെ കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് മനസ്സിൽ അങ്ങനത്തെ സാരീസേ പോകത്തുള്ളൂ. അതാണ് മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ. നമ്മളിപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുകയല്ലേ, ചിറ്റന്മാർക്കും ആന്റിമാർക്കും മാമിയും അങ്ങനെ കൊടുക്കൂലേ. അപ്പോൾ ഒക്കെ ഇങ്ങനത്തെ സാരിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ബഡ്ജറ്റ് റേറ്റ് ആണ് താനും. ഇതിന്റെ വില 1699, ഇപ്പോഴത്തെ വില 1100. ഹായ്, എവർഗ്രീൻ കോമ്പിനേഷൻ, ബ്ലാക്ക് ആൻഡ് മെറൂൺ. എത്ര കണ്ടാലും എത്ര ഇട്ടാലും മലയാളിക്ക് ഒരിക്കലും വേണ്ടാതാകുകയല്ലാത്ത ഒരു കോമ്പിനേഷൻ. നല്ല ഇതിന്റെ പൊന്നെ നല്ല ഡാർക്ക് മെറൂണിന്റെ പേളുമാലയൊക്കെ ഇങ്ങോട്ട് ഇട്ടിട്ട് ഇടണം. ആഹാ, ഭയങ്കര ലുക്കായിരിക്കും. ജെറ്റ് ബ്ലാക്ക്. മുന്താണി, ബ്ലൗസ്. ഇത്രയേ ഉള്ളൂ ഇതിനകത്തെ ഓഫർ സാരി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എല്ലാവരും ഒത്തിരി ചോദിച്ചേക്കുന്ന ടെസറിന്റെ, സെമി ടെസറിന്റെ സാരി. ഇതെന്തോരം ഡിമാൻഡ് ആയിരുന്നെന്ന് പറഞ്ഞറിയിക്കത്തില്ല. കയ്യും കണക്കും ഇല്ലാത്ത രീതിക്ക് ആൾക്കാർ ആവശ്യപ്പെട്ട ഒരു സാരിയാണ്. സെമി ടെസറാണ് സ്റ്റഫ്. പക്ഷെ സെമി എന്നുള്ള വാക്കായിട്ട് ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യകതയില്ലെന്ന് തോന്നും. കാരണം അത്രയ്ക്ക് ടെസറിന്റെ, പ്യുവർ ടെസറിന്റെ ഫീലാണ് ഈ സാരിക്ക്. ഈ സാരി മേടിച്ചവരെ ഒരാൾ പോലും എനിക്കറിയത്, എൻ്റെ ഓർമ്മയിൽ അറിയത്തില്ല. ഇനിയിപ്പം ഇവരെ ആരെങ്കിലും വിളിച്ച് വല്ലവരും പറഞ്ഞിട്ട് ആരും കംപ്ലൈന്റ് ഒന്നും പറഞ്ഞല്ല. മീൻസ് സാരിയെ പറ്റി മോശം അഭിപ്രായമല്ല, നല്ല അഭിപ്രായം അല്ലാതെ കേട്ടിട്ടേ ഇല്ലാത്തൊരു സാരിയാണ്. ഇത് മുന്താണി വരും കേട്ടോ, നല്ല പീക്കോക്ക് ബ്ലൂ. എന്നിട്ട് ഇതില് മൾട്ടി കളേഴ്സ് ആണ്, ഇങ്ങനെ 6 ആഗ് ഡിസൈൻ കൊടുത്തിരിക്കുക. ബ്ലൗസ് വന്നിട്ട് ഇതാ, ഇതിന് വന്നിരിക്കുന്ന ബ്ലൗസ് ഇതാ. ഇതിൽ ഈ 6 ആഗ് പോയിരിക്കുന്ന ഒരു കളറിൽ, ഇതിപ്പോ ചോക്ലേറ്റ്. ഇതിപ്പം പീക്കോക്ക് ബ്ലൂ എന്ന് പറയുന്ന നല്ല എടുത്ത് നിൽക്കുന്ന ഒരു കളറാണല്ലോ. ഇതിപ്പം ചോക്ലേറ്റ് ഷെയ്ഡ് വരുമ്പം അത്രയാൻ ഇല്ല, എന്നാൽ അതിന് നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീൽ കൊടുക്കുന്ന ഒരു കോമ്പിനേഷനാണ് ബ്ലൗസിനത് ചെയ്തിരിക്കുന്നത്. കണ്ടോ, അടിപൊളിയായിട്ടുള്ള സാരി അല്ലേ. ടെസറിന്റെ സാരി, പ്യുവർ ടെസറിന്റെ സാരി നമുക്കറിയാലോ എത്രയേ റേറ്റ് ആവും. 7000, 8000, 9000, 5000 തൊട്ടങ്ങോട്ട് തുടങ്ങും. അതുപോലത്തെ ഒരു സാരി വാങ്ങിക്കാൻ ഇപ്പൊ എല്ലാവർക്കും പറ്റത്തില്ല, അല്ലെ സാധിക്കുന്നില്ല, അല്ലെ താല്പര്യം ഇല്ലെങ്കിൽ ഇത് കൂട്ടൊരു സാരി വാങ്ങിച്ചോ. ടെസറിന്റെ സാരി ഇല്ലാന്ന് ഒരു വിഷമം നമുക്കുണ്ടാവത്തില്ല. ബ്ലാക്ക് ആൻഡ് പിങ്കും ഇതും കൂടെ കോമ്പിനേഷൻ നല്ല ഭംഗി കേട്ടോ. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാല് ഇതിന് ചേരുന്ന ഒരു, ഇപ്പൊ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്കിന് ചേരുന്ന ഒരു ഓർണമെന്റ്സ് ഒക്കെ ഈ ബ്ലാക്ക് മെറ്റലിന്റെയോ അല്ലെങ്കിൽ അല്ലാത്ത മുത്തോ ഒക്കെ ഇടണം. ഞാൻ ഒരിക്കലും ഒന്നിന് സ്വർണം ഇടുന്ന പറയുന്ന ആളല്ല. ഞാൻ അങ്ങനെ പറയുന്നതല്ലല്ലോ, നിങ്ങളുടെ ഇഷ്ടമല്ല നിങ്ങൾ ഇടുന്നേ. ഇതാണ് മുന്താണി. എനിക്ക് ഈ സ്വർണ്ണം ഒന്നും ചേരിയല്ല, സ്വർണ്ണക്കാർ കേട്ട എന്നെ കൊല്ലും. ഓനിയൻ പിങ്ക് കളറുള്ള ബ്ലൗസ്, ഇതിലെടുത്ത് നിൽക്കുന്ന കളർ ഓനിയൻ പിങ്ക്.
പക്ഷെ സ്വർണം എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിക്ക് ഭയങ്കര നല്ലത് കേട്ടോ. റേറ്റ് പറഞ്ഞില്ല അല്ലേ, ഇത് റിഡക്ഷൻ അല്ല കേട്ടോ, ഡിസ്കൗണ്ട് സെയിൽ അല്ലേ. 1399 ഇതിന്റെ റേറ്റ് അത്രയാണ്. ഞാൻ കുറേ ചോദിച്ചിട്ടുണ്ട്, ഇത് എനിക്ക് റീസ്റ്റോക്ക് വരുത്തി തായോ, റീസ്റ്റോക്ക് കൊണ്ടുവന്നതായോ, റീസ്റ്റോക്ക് തായോ. നല്ല ഒലീവ് ഗ്രീൻ ഷെയ്ഡ് കണ്ടോ, കണ്ടോ നോക്ക് നോക്ക്, അടിപൊളിയല്ലേ. ഒലീവ് ഗ്രീൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഇച്ചിരി മങ്ങിയ കളറാ, ഒരു പേസ്റ്റൽ കളറാ. ഇവിടുത്തെ ഈ പീച്ചും ഈ ബ്ലാക്കും, പീച്ചിന്റെ ഡാർക്കും ലൈറ്റും കൂടി വന്ന കോമ്പിനേഷൻ വരുമ്പോൾ അത് എടുത്ത് നിൽക്കുന്ന കളർ, എന്നിട്ട് അത് എന്നെ മുന്താണിക്കും. എന്നാ രസം എന്നറിയോ അത്. സിനിമയ്ക്ക് അതൊക്കെ നമ്മളിങ്ങനെ ഓരോന്ന് കാണുമ്പോൾ അല്ലേ, സിനിമയിലെ നായികയും സഹനായികകളും ബ്ലൗസ് നോക്കട്ടെ കൊടുത്തു ഓർക്കുമ്പോൾ എന്നെ നമ്മൾ ഓർക്കും ആ അടിപൊളി, അങ്ങനെ കാണണം. ഇതാണ് ബ്ലൗസ് കേട്ടോ. ഈ വന്നിരിക്കുന്ന ഇത് കണ്ടോ, ഈ കളറാണ് ഇവിടെ വന്നിരിക്കുന്ന ബ്ലൗസ്. 1399 1399 ഒരു ടെസറിന്റെ സാരി കിട്ടുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഇതിന്റെ കളർ തന്നെ പീച്ചിന്റെ ഒരു ഷെയ്ഡ് കേട്ടോ. കളർ എന്നാന്ന് ഞാൻ ചോദിച്ചപ്പോ എന്നെ കാണിക്കുവാണേ, ഒറ്റ ഇടി വെച്ച് കൊടുക്കല്ലോ. കളർ എന്നാന്ന് അറിയത്തില്ല, ഞാൻ എനിക്കറിയത്തില്ല, ചോദിച്ചല്ലേ. അപ്പൊ എനിക്കിട്ട് ഇടി കിട്ടട്ടെ. എന്നാലും അങ്ങനെ പറയാൻ പാടുണ്ടോ? ആലോചിക്കുന്ന പോലെ ഒരു ആക്ഷൻ എങ്കിലും കാണിക്കട്ടെ അല്ലേ. ചോദിക്കുമ്പോഴേ എന്ത് എളുപ്പമുണ്ട്, ഒന്ന് എന്ത് കാര്യം പറഞ്ഞാൽ അറിയത്തില്ല എന്ന് പറയാൻ എന്ത് എളുപ്പമുണ്ട് അല്ലേ. ഒന്ന് ശ്രമിക്കുക എന്ന് പറയുന്നതാണ് അതിനകത്തെ ഒരു ഇതിരിക്കുന്നത്, ഒരു സാധനം ഇരിക്കുന്നത്. ഉപദേശക കമ്മിറ്റി തുടങ്ങി. ഇങ്ങോട്ട് കാണിക്കൂ, ഞാനിവിടെ വലിയ സ്മൈലും ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുവാ കേട്ടോ. ഇത് ബ്ലൗസ് പീച്ച്, ഈ ഒരു കളർ ഇവിടെ പോയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഇതിന്റെ കൂടെ സെറ്റ് ചെയ്യാൻ വേറെ കളേഴ്സ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ. പിന്നെ സ്റ്റഫ് നോക്കണേ, ടസറിന്റെ കൂടെ ടസറിന് ചേരുന്ന സ്റ്റഫുള്ള ബ്ലൗസ് ഇട്ടാലല്ലേ ഭംഗിയുള്ളൂ. തീപ്പെട്ടി കളർ വയലറ്റ്, ബ്ലൗസ് ഇങ്ങനെ വരും. താഴത്തെ ബോർഡർ ഇങ്ങനെ ഇച്ചിരി കയറി വന്നിട്ട് മുകളിലത്തെ ബോർഡർ മിനിമൽ നല്ല ആവശ്യത്തിന് ഏത് കളർ വേണം എടുത്തോ. ബ്ലൗസ് ഇങ്ങനെ, ഇനി ഇത് ഇങ്ങനെ മുന്താണി വന്നിട്ട് ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ, ഇത്രയേ ഉള്ളൂ. ഡിസ്കൗണ്ട് ഐറ്റംസിന് റിട്ടേണോ റീഫണ്ടോ എക്സ്ചേഞ്ചോ ക്യാൻസലേഷനോ ഒന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കഴിവത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറയാതിരിക്കുക, ശ്രമിക്കണം. കാരണം ഓരോ പീസസേ ഉള്ളൂ. ഡിസ്കൗണ്ട് ഐറ്റംസ് സിംഗിൾ പീസ് വന്നത് മാത്രമാണ് നമ്മൾ ഓഫർ സെയിലിന് ഇടുന്നത് കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്